2012 ഒക്ടോബർ 9 ധർമ്മസ്ഥലയിലെ SDM കോളേജിലെ PU വിദ്യാർത്ഥിയായ സൗജന്യയുടെ ജീവിതം ഒരൊറ്റ ദിവസം കൊണ്ടാണ് മാറിമറിഞ്ഞത്. രാവിലെ കോളേജിലേക്ക് പോയവൾ വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങി വന്നില്ല. മണി കഴിഞ്ഞിട്ടും മകളെ കാണാതായതോടെ ചന്തപ്പ ഗൗഡ തേടിയിറങ്ങി. വഴിയിൽ വെച്ച് സൗജന്യയുടെ അമ്മാവനെ കണ്ടു. 4:15 അവൾ നേത്രാവതി സ്നാനഘട്ടത്തിന് സമീപം ബസ്സിറങ്ങിയത് അദ്ദേഹം കണ്ടിരുന്നു. നാടിന്റെ ചരിത്രമറിയുന്ന അവരുടെ മനസ്സിൽ ആദി കൂടി. ಇವಾಗ ಮನೆಗೆ ಬರ್ತಾರಂತ ಹೇಳಿದರು. 5:30 ಗಂಟೆ 6 ಗಂಟೆ ತನಕ ನಾನು ದಾರಿ ನೋಡಿದ್ದೆ. ಎಲ್ಲಿ ಕೂಡ ಮಗಳು ಬರುವ ನಮಗೆ ಕಾಣಲಿಲ್ಲ. ಅನಂತರ ಈ ಕಡೆ ಎಲ್ಲ ಮನೆಗೆ ಕೂಡ ನಾನು ಫೋನ್ ಮಾಡಿ ಕೇಳಿದ್ದೆ. ಅಂದರೆ ಮಗಳು ಯಾರ ಮನೆಗೆ ಹೋಗುವ ಮಗು ಅಲ್ಲ, ಅದು ಕಾಲೇಜ್ ಬಿಟ್ಟರೆ ಮನೆ ಬಿಟ್ಟರೆ ಕಾಲೇಜ್ ಅವಳದು ಮಗಳಿದ್ದು ಕೆಲಸ ಇತ್ತು. ಆದರೂ ಕೂಡ ನಾನು ಕೇಳಿದ್ದೆ, ನನಗೆ ಯಾರಾದ ಮನೆಗೆ ಒಂದು ಫ್ರೆಂಡ್ಸ್ ಜೊತೆ ಹೋಗಿದ್ದಾರೆ ಅನ್ನುವಂಥದ್ದು ಕೇಳಿದೆ. ಇಲ್ಲ, ನಮ್ಮ ಮನೆಗೆ ಬಂದೇ ಇಲ್ಲ ಅಂತ ಹೇಳಿದರು. ಅನಂತರ ಒಂದಷ್ಟು ಜನ ಸೇರಿ ಅದೇ ಜಾಗ ಎಲ್ಲ ಹುಡುಕಾಡಿದ್ದೀವಿ. ಗೊಮ್ಮಟೇಶ್ವರ ಬೆಟ್ಟ, ನೇತ್ರಾವತಿ ಎಲ್ಲ ಹುಡುಕಾಡಿದ್ವಿ. ಆಮೇಲೆ ಧರ್ಮಸ್ಥಳಕ್ಕೆ ಒಂದಷ್ಟು ಜನ ನಾವು ಕಂಪ್ಲೇಂಟ್ ಕೊಡಲಿಕ್ಕೆ ಹೋಗಿದ್ದೀವಿ ಸ್ಟೇಷನ್ನಿಗೆ. ಆವಾಗ ಸ್ಟೇಷನ್ ಇರಲಿಲ್ಲ, ಅಲ್ಲಿ OP ಅಂತ ಒಂದಿತ್ತು. ಅಲ್ಲಿ ಕಂಪ್ಲೇಂಟ್ ಕೊಡುವಾಗ ಅವತ್ತು ಆ ಕಂಪ್ಲೇಂಟ್ ತಗೊಂಡಿಲ್ಲ. പിറ്റേ ദിവസം കുടുംബത്തിന്റെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കി സൗജന്യയുടെ മൃതദേഹം കണ്ടെത്തി. കാമം മൂത്ത് കണ്ണു കാണാതായവർ ആ കൗമാരക്കാരിയെ പിച്ചി ചീന്തി കളഞ്ഞിരുന്നു. മറ്റൊരാൾക്ക് വെച്ച കെണിയിൽ സൗജന്യ അകപ്പെട്ടു പോയതാണെന്നും ഒരാരോപണം ഇടയ്ക്ക് ഉയർന്നു വന്നു. ಅನಂತರ ಸಾಯಂಕಾಲ ಮಗಳ ಬಾಡಿ ಬಂದ ಗೊತ್ತಾಗ್ತದೆ. ಮಗಳು ಈ ರೀತಿ ಮಾಡಿದಂತೆ ನನ್ನ ಒಂದು ಇದರಲ್ಲಿತ್ತು, ಮಗಳು ಈ ರೀತಿ ಖಂಡಿತ ಆಗಲ್ಲ, ಎಲ್ಲಾದರೂ ಇವರು ಕರ್ಕೊಂಡೋಗಿ ಸೇಲ್ ಮಾಡಿಬಿಡ್ತಾರೆ, ಮಾರಿಬಿಡ್ತಾರೆ ಅನ್ನುವಂಥದ್ದು ನಾನೊಂದು ಆಲೋಚನೆಯಲ್ಲಿದ್ದೆ. ಆ ರೀತಿ ಇವರು ಮಾಡಲಿಲ್ಲ. ಅನಂತರ ನಮ್ಮ ಮನೆಗೆ ಬಂದ ನಂತರ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮ ಆದ ನಂತರ 2-3 ദിവಸ ನಂತರ മൃതദേഹം കണ്ടെത്തി മണിക്കൂറുകൾ കൊണ്ട് തന്നെ പോലീസ് പ്രതിയെ പിടികൂടി. മാനസിക രോഗിയായ ഒരു യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു എന്നതായിരുന്നു അവരുടെ ഭാഷ്യം. മാനസിക രോഗിയായ സന്തോഷ് റാവുവല്ല തങ്ങളുടെ മകളെ കൊന്നതെന്ന് സൗജന്യയുടെ മാതാപിതാക്കൾ അന്നേ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ കോടതിയും പറഞ്ഞു സന്തോഷ് റാവുവിന് ഈ കേസുമായി പുലബന്ധമില്ലെന്ന്. കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് മുൻപിൽ അന്വേഷണ സംഘം വിളറി വെളുത്തിരുന്നു. ഇൻക്വസ്റ്റ് നടപടികളിൽ പോലും പോലീസ് വീഴ്ച വരുത്തിയെന്ന് കോടതി കണ്ടെത്തി. കേസുമായി സഹകരിച്ച പലരും പിന്നീട് ദുരൂഹ സാഹചര്യങ്ങളിൽ മരിച്ചു. കാട്ടിലും വീട്ടിലും പുഴയിലും കിണറിലും വരെ ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. സൗജന്യയുടെ കൊലപാതകം പിന്നീട് CBI വരെ അന്വേഷിച്ചെങ്കിലും തെളിവുകൾ ശേഖരിക്കാൻ കഴിയാതെ വന്നതോടെ പ്രതികൾ ഇപ്പോഴും യഥേഷ്ടം വിഹരിച്ചു നടക്കുകയാണ്. ഒരു ഭരണകൂടത്തിനും ഒരു നീതിപീഠത്തിനും ഈ അമ്മയുടെ കണ്ണുനീർ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. പണം കൊണ്ട് നീതിദേവതയുടെ കണ്ണടച്ചിരുട്ടാക്കിയ കാപാലികന്മാരുടെ കയ്യിൽ ഒരു നാൾ വിലങ്ങ് വീഴുക തന്നെ ചെയ്യും. ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, ധർമ്മസ്ഥല.